ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാവുന്നതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും നമ്മുടെ വീട്ടിലെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു റൈസാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ കടുകൊക്കെ നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകും വറ്റൽമുളകും നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കേണ്ടത്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, എന്നാലും നല്ലതുപോലെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുപോലെ അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം താണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കണം. അധികം പുളിയില്ലാത്ത തക്കാളി വേണം കേട്ടോ. പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ തക്കാളി ചോറിന് നല്ലൊരു പുളി വരും. അപ്പോൾ ഇത് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് വരും. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി സവാളയൊക്കെ വെന്ത് വന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് റൈസാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബസുമതി റൈസാണ്. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്നതായാലും അതുപോലെ തന്നെ മട്ട അരിയുടെ ആ ചുവന്ന അരിയായാലും എല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചോറ് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. കുഴഞ്ഞു പോയ ചോറ് കൊണ്ട് നമുക്ക് ടൊമാറ്റോ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മളിതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ചോറും കൂടി ചേർത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അടി കൂട്ടി നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ചോറ് നമ്മൾ കുത്തി ഉടയ്ക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ചോറ് വേവിച്ചപ്പോഴേ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ചേർത്താൽ മതി. നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഇനി ഇതുപോലെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് കറുകപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയൊക്കെ നമുക്ക് അന്നേരം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ആദ്യം ഇതൊന്നും ചേർക്കാഞ്ഞത് കേട്ടോ. അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല പൗഡറിന് പകരമായിട്ട് നമുക്ക് ബിരിയാണി മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ തക്കാളി ചോറിന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ്. ഇത് കഴിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇനി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് സലാഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെക്കാം. ഇതാ കണ്ടില്ലേ, ചൂടൊക്കെ മാറി വന്നപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ചോറ്.
അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.